കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ നീക്കമുള്ളതൊന്നും എന്നും പറയാൻ നമുക്കിടയാവണം. ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കാം. ഈ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് ആരാധന അർപ്പിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഉപകാരങ്ങളും പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തവും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവയിങ്കലെ സന്തോഷം എന്നും നമ്മുടെ ബലമാവണം. അവിടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, കാരണം തന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുവരുത്താത്ത ദൈവം. ബാലസിംഹങ്ങൾ പോലും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ അവരെ നടത്തേണ്ടതുപോലെ നടത്തുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് മഹത്വം കരയറ്റാം. ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമുക്ക് ആഴമായൊരു വിശ്വാസമുണ്ടാകണം. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന, എന്റെ യാചനയ്ക്ക് മറുപടി നൽകുന്ന മറഞ്ഞിരിക്കാത്ത ഒരു ദൈവം ഇന്നും എന്റെ കൂടെയുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു എന്ന് പറയത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ ആര് ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാൻ തയ്യാറാകുമോ, അടുത്തു വരാൻ തയ്യാറാകുമോ, കാത്തിരിക്കുന്നോ, അവർക്ക് വേണ്ടി ചെവി ചായ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കാത്തിരിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല. ധൈര്യത്തോടെ പറ, കർത്താവേ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ അങ്ങേ കാത്തിരുന്നു, അങ്ങയുടെ പ്രവൃത്തിക്കായി കാത്തിരുന്നു. ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം ഇടയാക്കിയില്ല. ആ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാമത് വാക്യം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്ത്യർ ദേശത്തുകൂടിയുള്ള വഴി അടുത്ത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ ഭയന്ന് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ചാൽ ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. തന്റെ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ചരിത്രമൊക്കെ നമുക്കറിയാം. 400 സംവത്സരം അടിമനികത്തിൽ കുടുങ്ങിപ്പോയ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, സ്വസ്ഥത ഇല്ലാതായിപ്പോയ, ധൈര്യം ചോർന്നുപോയ, നുകം വെച്ച ആ അവസ്ഥയിൽ നിന്ന് യഹോവയായ ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിക്കുക. പിതാവായ അബ്രഹാമിനോട് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ 400 വർഷം കഴിയുമ്പോൾ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തും. സഹോദരങ്ങളെ, 400 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം ഓർത്തെങ്കിൽ ആരൊക്കെ കേട്ടവർ മറന്നുപോയാലും ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, വർഷങ്ങളോ മാസങ്ങളോ മുമ്പ്
ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞ ദൈവിക അരുളപ്പാടുകൾ നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കാമോ? അതിന് സഹോദരങ്ങളെ ഒരു മാറ്റമില്ല. ആര് നടപ്പിലാക്കത്തില്ലെന്ന് പറഞ്ഞാലും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ദൈവിക വാഗ്ദത്തം 400 സംവത്സരായപ്പോ ദൈവം ഓർത്തു. എന്റെ അർത്ഥം, സഹോദരങ്ങളെ, കേട്ട നമ്മൾ മറന്നുപോയാലും കുടുംബക്കാര് മറന്നുപോയാലും ദൈവം വാക്കു പറഞ്ഞവൻ മറക്കത്തില്ല. റൈറ്റ് ടൈമിൽ ദൈവം എഴുന്നേൽക്കുകയാണ്. 400 സംവത്സരമായപ്പോ ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശെ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി കേട്ടോ, അവർ സങ്കടം അറിഞ്ഞു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ നീ മുമ്പോട്ട് വരിക. അങ്ങനെ നമുക്കറിയാം, ഫറവോൻ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആര് വിട്ടുതരത്തില്ലെന്ന് വാദിച്ചാലും അവിടെ നിന്ന് തന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ ആ ഒരു വെല്ലുവിളിയുടെ നടുവിൽ നിന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിന്റെ പ്രസക്തി പുറപ്പെടുവിച്ച് തന്റെ ജനത്തെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്. ആര് നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, തുറക്കത്തില്ലെന്ന് പറഞ്ഞാലും, മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ വാക്ക് കേട്ട് ഭയപ്പെടരുത്. ദൈവം പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്നാണ്. അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. സ്തോത്രം. അങ്ങനെ ദൈവം തന്റെ ജനത്തെ പുറപ്പെടുവിച്ച് ഫിലിസ്ത്യർ ദേശത്തോടുള്ള വഴി വളരെ അടുത്താണ്. പെട്ടെന്ന് വാഗ്ദത്ത ദേശത്ത് ഇവർക്ക് എത്താനുള്ള വഴിയാണ്. എന്നാൽ ജനയുദ്ധമൊക്കെ കാണുമ്പോ ഇവര് ഭയന്ന് മിസ്രൈമിലേക്ക് തിരിച്ചു പോകാൻ, വന്നിടത്തേക്ക് പോകാൻ, ചിലത് കണ്ട് ഭയപ്പെട്ട എടുത്ത ചില സ്റ്റെപ്പുകൾ പുറകോട്ട് വെക്കാൻ ശ്രമിക്കും. ദൈവത്തിന് ഇതറിയാം. സഹോദരങ്ങളെ, നമ്മുടെ ചില വഴികൾ ദൈർഘ്യമെന്ന് തോന്നുന്നെങ്കിൽ, ചില വാഗ്ദത്തങ്ങൾ നീണ്ടുപോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ, ചില ദൈവപ്രവർത്തികൾ താമസിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരു മറുപടി, താമസിക്കുന്നതല്ല. നമ്മൾ വിശ്വാസത്തിൽ പുറകോട്ട് പോകാതിരിക്കാൻ, ഒന്നുകൂടി പറഞ്ഞാൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, ശക്തരായി, സകലത്തെയും ജയിക്കാൻ കരുത്തും കൃപയും ഒരു എക്സ്പീരിയൻസും നൽകേണ്ടതിന് ദൈവം ചിലയിടത്തൂടെ ചുറ്റിച്ച് നടത്തും. അത് നമ്മുടെ എൻഡല്ല. നമ്മളോട് ദൈവത്തിന് കരുണയില്ലാതിരിക്കുന്നതല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം മറന്നുപോയതല്ല, ദൈവം കാണാതിരിക്കുന്നതല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു, ജനം ഭയന്ന് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അതിലെ അവരെ കൊണ്ടുപോയില്ല. അടുത്ത് നോക്കൂ, ചെങ്കടലിനരികെ ഉള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തിച്ചു. സ്തോത്രം. മരുഭൂമിയിലൂടെ നടത്തിക്കുമ്പോ ഓർത്തോണം, നമ്മളെ നശിപ്പിക്കാനല്ല. ചൂടേറിയ മരുഭൂമിയിലും പകൽ മേഘസ്തംഭമായി ഒരുവൻ ഇറങ്ങി വരും. നടത്തേണ്ടവൻ അറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്ന്. നടത്തുന്നവനറിയാം രാത്രിയിൽ എങ്ങനെ ഇവരെ കൊണ്ടുപോകണം. ഇരുള് വരുമ്പോ പകൽ മേഘസ്തംഭം മാത്രമല്ല, രാത്രി അഗ്നിത്തൂണായി ദൈവം ഇറങ്ങി വന്നു. അവർക്ക് വഴി കാണിക്കേണ്ടതിന് ദൈവം അവർക്ക് മുമ്പായി പുറപ്പെട്ടു. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? വഴിയിൽ പരാജയപ്പെടുമെന്ന്, യുദ്ധം കണ്ട് ഭയപ്പെടുമെന്ന്, ഒടുങ്ങിപ്പോകുമോ എന്ന് ചിന്തിച്ച്, ഇവിടെ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഭയപ്പെടുമെന്ന് മനസ്സിലാക്കി ദൈവം നമ്മളെ ചിലതിലൂടെ നടത്തിക്കാതെ മരുഭൂമിയിലൂടെ നടത്തി. നമ്മുടെ വഴി, നമ്മുടെ ചിന്തകൾ, കർത്താവ് ഇങ്ങനെന്താ അങ്ങ് ചെയ്യാഞ്ഞേ, ഇങ്ങനെന്താ സംഭവിക്കാഞ്ഞത്, അതിലൂടെ ഒന്നും ദൈവം നടത്താതെ മറ്റൊരു വഴിയിലൂടെ നടത്തുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ വഴി
എനിക്കും നിങ്ങൾക്കും വേണ്ടി ശ്രേഷ്ഠകരമായി വെളിപ്പെട്ടു വരികയാ. ആ വഴി ശ്രേഷ്ഠവും അതിശ്രേഷ്ഠവുമാണ്. ദൈവത്തിന്റെ പ്ലാൻ അതിന്മേലുണ്ട്. നമ്മൾ പരാജയപ്പെടാൻ, നമ്മൾ ശക്തരാകാൻ, നമ്മൾ അഭിഷേകത്തോടെ മുമ്പോട്ട് പോകാൻ, ചിലതിനെ ചാവിട്ടി മെതിക്കാൻ, നമ്മുടെ മുമ്പിൽ ചിലത് വിഭജിക്കപ്പെടാൻ, ചിലതിനെ കീഴ്പ്പെടുത്താൻ ദൈവം കരുത്തും കൃപയും ശക്തിയും നൽകി നമ്മെ ഒരുക്കിയെടുക്കുന്നതാണ് ഈ പ്രയാണമെന്നുള്ളത്. ചിലത് നീണ്ടുപോകുന്നതല്ല. ഇവിടെ ദൈവം നമ്മളെ ഒരുക്കുകയാണ്, ശക്തരാക്കുകയാണ്. എല്ലാത്തെയും നേരിടാനുള്ള കരുത്തോടെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ചില വിഷയങ്ങൾ കാലതാമസമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് താമസമല്ല. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വൻ പദ്ധതികളുണ്ട്. സ്തോത്രം ചെയ്താട്ടോ. ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, നിങ്ങളുടെ വചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടുന്നതിന് സ്തോത്രം. മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ മരുഭൂമിയിൽ മേശയൊരുക്കുന്ന ദൈവം, തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിക്കുന്ന ദൈവം, ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന ദൈവം, മരുഭൂമിയിലും ശ്രേഷ്ഠകരമായി നടത്തുന്ന ദൈവം ഞങ്ങളുടെ ദൈവമായിരിക്കാൻ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ കർത്താവെ, ചുറ്റിച്ച് നടത്തുന്ന ചിലത ദൈവപ്രവർത്തികൾ ഞങ്ങൾക്ക് ഗുണമാക്കി തീർക്കാൻ അങ്ങേക്ക് പ്രസാദമാകുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ ദൈവകൃപയുടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവാത്ഭുതങ്ങളുടെ ദൈവം ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചു.